നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് മലയാളത്തിലെ മികച്ച ഉത്തരാധുനിക നോവലുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആധുനികയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതും എന്നാൽ ആധുനികതയിൽ നിന്ന് വേറിട്ട സ്വഭാവം കാണിക്കുന്നതുമായ രചനകളാണ് ഉത്തരാധുനിക നോവലുകൾ. മലയാള സാഹിത്യം ഉത്തരാധുനിക തലത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ എഴുത്തിന്റെ രചനാരീതി തികച്ചും സവിശേഷമാണ്. ഈ കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യയും ജീവിതശൈലിയും ചരിത്രബോധവും രാഷ്ട്രീയ ബോധവും സ്വത്വം തേടിയുള്ള അന്വേഷണവും ഒക്കെ വളരെ ഭംഗിയായി ആവിഷ്കരിക്കുന്നവയാണ് ഓരോ ഉത്തരാധുനിക നോവലുകളും. ഈ ഉത്തരാധുനിക നോവലുകളുടെ വളരെ പ്രത്യേകത ഇതിന് വ്യക്തമായൊരു തുടക്കവും ഒടുക്കവും ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. പലപ്പോഴും നോവലിസ്റ്റിന്റെ എഴുത്തുകാരന്റെ കയ്യിൽ നിന്ന് കടന്നു പോകുന്ന, അതായത് വായനക്കാരന്റെ ഹൃദയത്തിലേക്ക്, വായനക്കാരന്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു നോവൽ രീതിയാണ് ഉത്തരാധുനിക സാഹിത്യം. പലപ്പോഴും ഇതിന്റെ ഇതിവൃത്തവും ഇതിന്റെ ഫലപ്രാപ്തിയും ഒക്കെ നിശ്ചയിക്കുന്നത് വായനക്കാരന്റെ ചിന്തകളാണ്. അങ്ങനെ വായനക്കാരന്റെ മനസ്സിലേക്ക് ശക്തമായ ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ആ ആഘാതത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചിന്തകൾ പലപ്പോഴും ഈ നോവൽ സാഹിത്യത്തിന് ഫലപുഷ്ടമാക്കുന്ന വിധത്തിലാണ് ഉത്തരാധുനികതയുടെ എഴുത്ത്. ആധുനികതയുടെ ലീനിയർ ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു എഴുത്ത് രീതിയാണ് ഉത്തരാധുനികതയുടെ എഴുത്ത് രീതി. മലയാള സാഹിത്യത്തിൽ ഉത്തരാധുനിക രീതി പണ്ട് മുതലേ ഉണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് പറയാനാവും. അതായത് ഉത്തരാധുനികതയുടെ ലക്ഷണങ്ങൾ പലപ്പോഴും പഴയകാല എഴുത്തുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്തുകൾ ഉത്തരാധുനിക സ്വഭാവം പ്രകടിപ്പിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെയാണ് കാലത്തിനപ്പുറവും സഞ്ചരിക്കാൻ ഇത്തരം രചനകൾക്ക് സാധിക്കുന്നത്. വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ചില രചനകളിലൊക്കെ നമുക്ക് ഇത്തരം ഉത്തരാധുനിക സ്വഭാവം കാണിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഉത്തരാധുനിക നോവലുകളെ 15 ഉത്തരാധുനിക നോവലുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിട്ടുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഷെയറും കമന്റും ഒക്കെ ചെയ്യുക. നേരിട്ട് നമുക്ക് ഈ 15 ഉത്തരാധുനിക നോവലുകളെ പരിചയപ്പെടാം. ഈ നോവലുകളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നേരിട്ട് നമുക്ക് ഉത്തരാധുനിക നോവലുകളിലേക്ക് കടക്കാം. ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്ന ഉത്തരാധുനിക നോവൽ വൃദ്ധസദനം, TV കൊച്ചുബാവ. TV കൊച്ചുബാവയുടെ മനോഹരമായ രചനയാണിത്. അന്തരിച്ച എഴുത്തുകാരനായ TV കൊച്ചുബാവ വൃദ്ധാവസ്ഥ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ഓരോ വൃദ്ധസദനങ്ങളും വാർദ്ധക്യത്തിന്റെ കാവൽക്കാരാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വളരെ മനോഹരമായ രചനാരീതി സംഭാവന നൽകുന്ന ഒരു നോവലാണിത്. ഇതിന്റെ ഓരോ അധ്യായത്തിനും ഇട്ടിരിക്കുന്ന പേര് തന്നെ ഇതിന്റെ ഉത്തരാധുനിക സ്വഭാവത്തെ വെളിവാക്കുന്നു. രണ്ടാമത്തെ നോവൽ സാറാ ജോസഫ്, ആലാഹയുടെ പെൺമക്കൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ചെറുകാർ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറാ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ ഒരു വശത്തേക്ക് മാറ്റപ്പെടുന്ന ഗ്രാമ മനസ്സുള്ള ആളുകളുടെ കഥ. കീഴാള വംശത്തിന്റെ പ്രാർത്ഥനയായിരുന്ന ആലാഹയുടെ പ്രാർത്ഥന പാടാൻ ശ്രമിക്കുന്ന, പാടിക്കൊണ്ടിരിക്കുന്ന പെൺമക്കളുടെ കഥ. തികച്ചും വ്യത്യസ്തമായ ഒരു നവ്യമായ വായന അനുഭൂതി നൽകുന്ന ഒരു പുസ്തകമാണ് സാറാ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ. മലയാളത്തിലെ മികച്ച മറ്റൊരു ഉത്തരാധുനിക നോവലായി എനിക്ക് തോന്നിയിട്ടുള്ളത് KP രാമനുണ്ണിയുടെ ജീവിതത്തിന്റെ പുസ്തകം. വളരെ മനോഹരമായ ഒരു പുസ്തകമാണിത്. സ്നേഹമെന്ന വികാരത്തിൽ പടുത്തുയർത്തിയ ഒരു പുസ്തകം എന്ന് വേണേൽ പറയാം. ഏതൊരാണിനും സ്നേഹമാണ് വലുത്. അതിന് പെണ്ണ് തന്നെ സ്നേഹിക്കണം. അതിന് തരത്തിൽ ചരിത്രം ഒരുങ്ങണം. ഏതൊരു പെണ്ണിനും സ്നേഹമാണ് വലുത്. അതിന് ആണ് തന്നെ സ്നേഹിക്കണം. അതിനു തരത്തിൽ ചരിത്രം ഒരുങ്ങണം. സ്നേഹത്തെ ചരിത്രമാക്കിയ പുസ്തകമെന്ന് തീർച്ചയായും വിശേഷിപ്പിക്കാവുന്ന പുസ്തകമാണ് KP രാമനുണ്ണിയുടെ ജീവിതത്തിന്റെ പുസ്തകം. അടുത്ത പുസ്തകം മികച്ച ഉത്തരാധുനിക സ്വഭാവം സൂചിപ്പിക്കുന്ന മികച്ചൊരു ഉത്തരാധുനിക നോവൽ എന്ന് പറയാവുന്ന ഒരു പുസ്തകമാണ് NS മാധവന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. ലണ്ടൻ ബത്തേരി എന്ന ദ്വീപിലെ കഥയാണിത്. ഇതൊരു ലാൻഡ്സ്കേപ്പ് എന്നതിനപ്പുറത്ത് ഒരു സീസ്കേപ്പ് എന്ന് വേണേൽ പറയാം. വെള്ളത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട മലയാള നോവലുകൾ വളരെ കുറവാണ്. അത്തരം നോവലുകളിൽ സവിശേഷമായ രചനാരീതി സംഭാവന ചെയ്യുന്ന ഒരു പുസ്തകം. മാത്തയൂസ് ആശാരിയുടെ മനോഹരമായ ജീവിതാനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മലയാളികൾക്ക് സമ്മാനിച്ച ഒരു മികച്ച ഉത്തരാധുനിക നോവലായി
NS മാധവന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകളെ വിശേഷിപ്പിക്കാം. അടുത്ത നോവൽ മലയാളികൾ അത്ര കണ്ട് ശ്രദ്ധിക്കാത്ത ഒരു നോവലാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഉത്തരാധുനിക സ്വഭാവം വളരെ ഭംഗിയായി ചെറിയ വാക്കുകളിലൂടെ, ചെറിയ പുസ്തകത്തിലൂടെ അവതരിപ്പിച്ച ഈ നോവൽ കൽപ്പറ്റ നാരായണന്റെ ഇത്രമാത്രം എന്ന നോവൽ. മരണത്തിന് ശേഷം ഉദിക്കുന്ന സ്മരണകൾ, അത് തന്നെയാണ് ഈ നോവലിന്റെ മനോഹരമായ ഇതിവൃത്തം. വയനാടിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഈ നോവൽ സുമിത്ര എന്ന സ്ത്രീയുടെ മരണവും അതിനുശേഷം അവരെ ഓർക്കുന്ന കഥാപാത്രങ്ങളും ഈ നോവലിൽ നൽകുന്ന വേറിട്ട അനുഭവം വളരെ വലുതാണ്. മികച്ച ഒരു ഉത്തരാധുനിക നോവലായി വിലയിരുത്താവുന്ന നോവലാണ് കൽപ്പറ്റ നാരായണന്റെ ഇത്രമാത്രം. അടുത്ത നോവൽ KTN കോട്ടൂർ എഴുത്തും ജീവിതവും. TP രാജീവന്റെ പുസ്തകമാണിത്. KTN കോട്ടൂർ എഴുത്തും ജീവിതവും കേൾക്കുമ്പോൾ ഒരു ജീവചരിത്രമാണെന്ന് തോന്നിപ്പിക്കും. പക്ഷേ അതൊരു നോവൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതും തന്നെ ഉത്തരാധുനികതയുടെ പ്രത്യേകതയാണ്. ഒന്ന് കാണിച്ച് മറ്റൊന്ന് തോന്നിപ്പിക്കുന്ന രീതി. KTN കോട്ടൂർ എന്ന ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ. KTN കോട്ടൂറിന്റെ ഒരു കവിയുടെ രൂപം, സാഹിത്യകാരന്റെ രൂപം, കാമുകന്റെ രൂപം, പ്രഭാഷകന്റെ, എഴുത്തുകാരന്റെ, വിപ്ലവകാരിയുടെ, അങ്ങനെ വിവിധ വശങ്ങളെ ആവിഷ്കരിക്കുന്ന നോവലാണ് KTN കോട്ടൂർ എഴുത്തും ജീവിതവും. 2014 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ TP രാജീവന്റെ മികച്ച രചനയായി, മികച്ച ഉത്തരാധുനിക നോവലായി വിശേഷിപ്പിക്കാം. അടുത്ത നോവൽ യുവ എഴുത്തുകാരനായ E. സന്തോഷ് കുമാറിന്റെ നോവലാണ്. 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ. മലയാളത്തിലെ മികച്ച ഉത്തരാധുനിക നോവലായി എനിക്ക് തോന്നുന്നു. അന്ധകാരനഴി. വളരെ മനോഹരമായി ഒരു വിപ്ലവകാരിയുടെ ഓർമ്മകളെ, അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ വേനൽക്കാല അനുഭവങ്ങളെ, എരിയുന്ന ഓർമ്മകളെ ആവിഷ്കരിക്കുന്ന നോവലാണിത്. തീർച്ചയായും വായിക്കപ്പെടേണ്ട നോവലാണ് E. സന്തോഷ് കുമാറിന്റെ അന്ധകാരനഴി. അടുത്ത പുസ്തകം മലയാളത്തിന്റെ പ്രത്യേകതയുള്ള എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകവും വേറിട്ട രചനാരീതി സംഭാവന നൽകുന്ന പുസ്തകങ്ങളാണ്. കാരണം അദ്ദേഹത്തിന്റെ രചനാരീതി നോക്കുമ്പോൾ ഒരു പുസ്തകവും മറ്റൊരു പുസ്തകവും തമ്മിൽ വളരെയധികം വ്യത്യസ്തമായ രചനാരീതിയാണ്. അത്തരത്തിൽ ഉള്ള എഴുത്തുകാരൻ VJ ജെയിംസ്. VJ ജെയിംസിന്റെ മികച്ച ഉത്തരാധുനിക നോവൽ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ദത്താപഹാരമാണ്. നമ്മൾ ഓരോരുത്തരും അപഹരിക്കപ്പെട്ടു പോകുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന പുസ്തകം. കാടിന്റെ വന്യതയിലേക്ക് നമ്മളെ ആവഹിക്കുന്ന പുസ്തകം. അങ്ങനെ ഫ്രെഡി എന്ന കൂട്ടുകാരനെ തേടി കാടിന്റെ ഉള്ളിലേക്ക് പോകുന്ന കൂട്ടുകാരുടെ കഥ പറയുന്ന പുസ്തകം. മനോഹരമായ ഉത്തരാധുനിക ബോധം നൽകുന്ന പുസ്തകമാണ് ദത്താപഹാരം, VJ ജെയിംസ്. അടുത്ത പുസ്തകം TD രാമകൃഷ്ണൻ. ഉത്തരാധുനിക രചനാരീതിക്ക് വളരെ ശക്തമായ സാന്നിധ്യമായി മലയാള സാഹിത്യത്തിൽ കൂടെ നിൽക്കുന്ന സാഹിത്യകാരനാണ് TD രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ രചന ഫ്രാൻസിസ് ഇട്ടിക്കോര. തീർച്ചയായും ആധുനിക മലയാള സാഹിത്യത്തിൽ ഉത്തരാധുനിക എഴുത്തിന് ശക്തമായ തലങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണിത്. വ്യത്യസ്തമായ രചനാരീതി, ലൈംഗികതയെ വളരെ മനോഹരമായി എന്ന് ഞാൻ വിശേഷിപ്പിക്കുമെങ്കിലും വളരെയധികം വിവാദങ്ങൾ ഈ ഒരു പുസ്തകം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന്റെ സ്വഭാവശൈലിയെ അവതരിപ്പിക്കുക മാത്രമാണ് എഴുത്തുകാരൻ ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത്ര മനോഹരമായി, അത്ര ആവേശപൂർവ്വം എഴുത്തിനെ നോക്കിക്കാണുന്ന ഒരു എഴുത്തുകാരനായിട്ടാണ് TDയെ എനിക്ക് വിശേഷിപ്പിക്കാനാവുക. അദ്ദേഹത്തിന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര ഈ കാലഘട്ടത്തിലെ മികച്ച ഉത്തരാധുനിക നോവലായി ഞാൻ കരുതുന്നു. അടുത്ത പുസ്തകം ശക്തമായ രചനാരീതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ അദ്ദേഹത്തിന്റെ മനുഷ്യന് ഒരു ആമുഖം നമുക്കറിയാം. സമുദ്രശില. സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരന്റെ സമുദ്രശിലയാണ് ഞാൻ ഉത്തരാധുനിക നോവലിന്റെ കൂട്ടത്തിൽ മികച്ചതായി പെടുത്തുന്നത്. വളരെ ശക്തമായ ഭാഷ, സ്ത്രീ ജീവിതത്തിന്റെ ഭാഷയെ ഭാവനയുടെ ഭാഷ കൊണ്ട് എഴുതി തീർത്തിരിക്കുന്ന ഒരു നോവൽ. തീർച്ചയായും ഉത്തരാധുനികതയ്ക്ക് അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിന്റെ എഴുത്ത് രീതിയെ തച്ചുടയ്ക്കുന്ന ഒരു പുസ്തകമായിട്ട് സമുദ്രശിലയെ വിശേഷിപ്പിക്കാം. അടുത്ത പുസ്തകം മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി, ഈ കാലഘട്ടത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീര. KR മീരയുടെ ആരാച്ചാർ. മലയാളം ഇതുവരെ കാണാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് നൽകിക്കൊണ്ട് ശക്തമായ സ്ത്രീ സാന്നിധ്യ കഥാപാത്രങ്ങളെ അവരുടെ ഓരോ നോവലിലും നമുക്ക് കാണാൻ പറ്റും.
തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഉദാഹരണമായി പറയാവുന്ന പുസ്തകം തന്നെയാണ് KR മീരയുടെ ആരാച്ചാർ. മലയാള ഉത്തരാധുനിക നോവൽ സാഹിത്യത്തിന്റെ ഒരു മൂലക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാം KR മീരയുടെ ആരാച്ചാർ എന്ന ഈ പുസ്തകത്തെ. ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ ഓർമ്മിക്കപ്പെടാവുന്ന, തീർച്ചയായും എടുത്തു പറയാവുന്ന എഴുത്തുകാരനാണ് ബെന്യാമിൻ. അദ്ദേഹത്തിന്റെ മികച്ച ഉത്തരാധുനിക നോവലായി ഞാൻ കണക്കാക്കുന്നത് ആടുജീവിതമല്ല, അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ. അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങളിലൂടെ ക്രിസ്തീയ സഭകൾക്കിടയിലെ പോരിനെ വളരെ ചരിത്രബോധത്തോടുകൂടി അവതരിപ്പിക്കുകയാണ്. വളരെയധികം ഭാവനയോടുകൂടി അവതരിപ്പിക്കുകയാണ് അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ. തീർച്ചയായും മലയാള സാഹിത്യത്തിൽ ബെന്യാമിന്റെ ഇനിയും വായിക്കപ്പെടേണ്ട, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പുസ്തകമായി ഞാൻ വിലയിരുത്തുന്ന പുസ്തകമാണ് അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ. അടുത്ത മികച്ച ഉത്തരാധുനിക സ്വഭാവമുള്ള നോവൽ, മികച്ച നോവൽ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് എരി എന്ന നോവലാണ്. പ്രദീപൻ പാമ്പരിക്കുന്നിന്റെ എരി. ഓരോ കീഴാളനും ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് എരി. നമ്മുടെയൊക്കെ മനസ്സിൽ ഉദിച്ചുയരാൻ ആഗ്രഹിക്കുന്ന നേതാവാണ് എരി. അത്തരത്തിൽ ഒരു നേതാവിനെ അവതരിപ്പിക്കുന്ന നോവൽ. എരിയെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളിത് കാണണം. പ്രദീപൻ പാമ്പരിക്കുന്ന എന്ന എഴുത്തുകാരന്റെ ആദ്യത്തെയും അവസാനത്തെയും പുസ്തകം. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മനോഹരമായ എഴുത്ത് ശൈലി സംഭാവന ചെയ്തുകൊണ്ടാണ് പ്രദീപൻ പാമ്പരിക്കുന്ന് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഉത്തരാധുനികതയുടെ മികച്ച മുഖം നൽകുന്ന നോവലാണ് പ്രദീപൻ പാമ്പരിക്കുന്നിന്റെ എരി എന്ന ഈ നോവൽ. അടുത്ത ഉത്തരാധുനിക നോവലായി ഞാൻ കരുതുന്നത് സുഷ്മേഷ് ചന്ദ്രോത്തിന്റെ 9 അക്കത്തിലായി എഴുതിയിരിക്കുന്ന 9 എന്ന നോവലാണ്. മലയാള യുവ സാഹിത്യകാരന്മാരിൽ മികച്ച എഴുത്ത് ശൈലി കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പുസ്തകം. അദ്ദേഹത്തിന്റെ ഡി എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. അതിനുശേഷം എഴുതിയ 9 എന്ന ഈ പുസ്തകം മനുഷ്യന്റെ ഒറ്റപ്പെടലുകളുടെ കഥ പറയുന്ന പുസ്തകമാണ്. ഒറ്റപ്പെടൽ ഉള്ളിൽ ജീവിക്കുന്ന മനുഷ്യൻ പലപ്പോഴും സാമൂഹ്യജീവിയായി അഭിനയിക്കുകയാണ്. അങ്ങനെ സാമൂഹ്യജീവിയെ അഭിനയിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഒറ്റപ്പെടലുകളുടെ തുരുത്തുകളുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. തീർച്ചയായും വായിക്കപ്പെടേണ്ട മികച്ചൊരു ഉത്തരാധുനിക നോവലാണ് സുഷ്മേഷ് ചന്ദ്രോത്തിന്റെ 9. ഏറ്റവും അവസാനമായി 15ാമത്തെ മികച്ച ഉത്തരാധുനിക നോവലായി ഞാൻ കരുതുന്നത് S. ഹരീഷിന്റെ മീശ എന്ന നോവലാണ്. ഒരുപാട് വിവാദങ്ങൾക്ക് വഴി തെളിക്കപ്പെട്ട പുസ്തകം. ഗണ്ടസ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അത് നിർത്തിവെക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ ചരിത്ര പ്രശ്നങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുന്നത്. മികച്ച എഴുത്ത് സംഭാവന ചെയ്ത ഒരു പുസ്തകമാണ് S. ഹരീഷിന്റെ മീശ എന്ന് പറയുന്ന പുസ്തകം. തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിൽ ആധുനികതയെന്നോ ഉത്തരാധുനികതയോ എന്നോ ശക്തമായ വേർതിരിവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ആധുനികതയിൽ നിന്ന് ഉത്തരാധുനികതയിലേക്കുള്ള ഒരു പോക്ക് വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ആധുനിക എഴുത്തിന്റെ ശൈലി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വായനയെ അങ്ങനെ വേറിട്ട് കാണേണ്ടതുമില്ല. പക്ഷേ ഇത്തരം സ്വഭാവങ്ങളെ, ഉത്തരാധുനിക സ്വഭാവങ്ങളെ വെളിവാക്കുന്ന പുസ്തകങ്ങൾ മലയാളത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഒരുപാട് എഴുത്തുകാരും പുസ്തകങ്ങളും ഈ ഒരു സ്വഭാവം കാണിച്ച് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയും പേരുകൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട മികച്ച ഉത്തരാധുനിക നോവലുകളെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്റെ ചാനലിന് നിങ്ങൾ പിന്തുണ നൽകുക. എല്ലാവർക്കും മികച്ച വായനാ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.